ഹായ്, ഞാൻ ജീവേഷ് ജയകുമാർ. ഷാഡോ പവർ എന്ന മെഷീനറി ആൻഡ് ടൂൾസ് ഡീൽ ചെയ്യുന്ന ഫേമിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ജനറേറ്റേഴ്സിൻ്റെ ഉപയോഗമാണ്. കാരണം നമ്മളെല്ലാവരും പലരും ജനറേറ്റേഴ്സ് വീടുകളിലേക്കും പല സ്ഥാപനങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യം, എൻ്റെ ഫേമിന് ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, അവിടെ ജനറേറ്റർ പ്രയോജനപ്പെടുന്നു എന്നതിന് ഉപരി ഈ ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന മെഷീനറി വളരെ യൂസബിൾ ആയിട്ടുള്ള ഈ മെഷീനറി എവിടെയൊക്കെ ഉപയോഗം വരുന്നു എന്ന് നമുക്ക് ജനറലായിട്ട് നമുക്ക് നോക്കി പോകാം. അതായത് ഇപ്പോൾ ഒരു ഏറ്റവും ചെറിയ തട്ടുകടയിലെ ലൈറ്റ്, ഫാന് സംവിധാനങ്ങൾ വർക്ക് ചെയ്യാൻ ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്കൊരു 1000 വാട്ട്സ് രീതിയിൽ ജനറേറ്റർ മതി. പിന്നെ നമുക്ക് ഈ ചെറിയൊരു സെഗ്മെൻറ്റാണ് ഈ ജ്യൂസ് കട എന്ന് പറയുന്നത്. ജ്യൂസ് കടയിൽ സാധാരണ കസ്റ്റമേഴ്സ് നമ്മോട് ചോദിക്കാറുണ്ട്, അവർക്ക് ഈ സുജാതയുടെയൊക്കെ മിക്സി യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരു 850-950 വാട്ട്സൊക്കെ വരുന്ന സുജാതയുടെ മിക്സികൾ. അപ്പോൾ ആ ഒരു മിക്സി വർക്ക് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സുജാതയുടെ മിക്സി വർക്ക് ചെയ്യാൻ 1-2 ലൈറ്റോ ഫാനോ ഒക്കെ വർക്ക് ചെയ്യാൻ ഒരു 1000 വാട്ട്സ് റേഞ്ചിലുള്ള ജനറേറ്റർ മതിയാവും. അപ്പോൾ ആ റേഞ്ചൊക്കെ ഹോണ്ടയുടെ ജനറേറ്റർ നമുക്ക് അവൈലബിൾ ആണ്, അത് മതിയാവും. പിന്നെ അതിന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ പുതിയ സെഗ്മെൻറ്റ് നിൽക്കുമ്പോൾ ടെക്സ്റ്റൈൽസ്, നമുക്ക് ചെറുതോ വലുതോ ആയ തുണിക്കടകളിൽ അവിടെ നമ്മൾ ഈ ലൈറ്റ്, അവിടെ അതുപോലെ തന്നെ ഫാന്, AC പോലെ കാര്യങ്ങൾ അവിടെ ആവശ്യമാണ്. അവിടെ നമുക്ക് ജനറേറ്റർ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തുണിയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ടൈലറിംഗ് ഷോപ്സ്. അവിടെയൊക്കെ എല്ലായിടത്തും തന്നെ ഈ സ്വിമ്മിങ് മെഷീൻസ്, തയ്യൽ മെഷീൻസ് ഉണ്ടാവും. തയ്യൽ മെഷീൻസ് വർക്ക് ചെയ്യാൻ ജനറേറ്ററിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ ഒരുപാട്, കാരണം ഇപ്പോൾ ഇന്ത്യൻ ആയാലും ഇമ്പോർട്ടഡ്, ജാപ്പനീസൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് തയ്യൽ മെഷീൻസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജനറേറ്റർ ഉപയോഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ, ഫോട്ടോസ്റ്റാറ്റ് സെൻറ്ററുകളിലൊക്കെ സാധാരണ ഒരു സെറോക്സ് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമുക്കൊരു 3000 വാട്ട്സ് റേഞ്ചിലുള്ള ജനറേറ്റർ വേണ്ടി വരും. അപ്പോൾ ഒരു സെറോക്സ് സെൻറ്ററിൽ അവർക്കൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടാവും, അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടാവും, സാധാരണ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു 3000 വാട്ട്സോ അതിന് മുകളിലോ ഉള്ള ജനറേറ്ററുകൾ, അവർക്ക് എത്രമാത്രം ഫോട്ടോസ്റ്റാറ്റ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നനുസരിച്ച് നമുക്ക് ആവശ്യം വരും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, സാധാരണ ഇപ്പോൾ ഒരു വൃദ്ധരായ ആൾക്കാരൊക്കെ പലരും വീട്ടിൽ മെഡിക്കൽ ഓക്സിജൻ ഒക്കെ കൊടുത്ത് വീട്ടിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ശ്വാസപ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, അപ്പോൾ അവർക്ക് റെഗുലറായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ ഓക്സിജൻ കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ഒരിക്കലും അതൊരു കറണ്ട് പോയാൽ അതൊരു തടസ്സമാവരുത്, അവർക്കത് മരണമാവും പ്രശ്നം. അപ്പോൾ അങ്ങനെ കേസുകൾ അവിടെയും നമുക്ക് ജനറേറ്റർ ഉണ്ട്. അവിടെയൊക്കെ ഒരു വളരെ ചെറിയ 1000 വാട്ട്സൊക്കെ മതിയാവും ജനറേറ്ററുകൾ. ആളുകൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ കോസ്റ്റ്ലി ആണല്ലോ ജനറേറ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്, വളരെ കോസ്റ്റ്ലിയാണ്, എങ്ങനെ അത് അഫോർഡ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഹോണ്ടയുടെയൊക്കെ ഒരു 1000 വാട്ട്സ് ജനറേറ്റർക്ക് ഒരു 34,500 ആ റേഞ്ചിലേക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരാളുടെ ജീവനക്കായും വലുതല്ലല്ലോ ഒരു ഇത്രയും 34,500 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫൈനാൻസ് അവൈലബിൾ ആണ്. കാരണം എല്ലാവർക്കും 34,500 എന്നുള്ള വലിയ ചെറിയ തുകയാണെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു സെഗ്മെൻറ്റ്, ഈ ഡെൻ്റൽ ക്ലിനിക്കുകൾ. നമ്മളൊക്കെ പല്ല് പറിക്കാൻ പോകുന്ന ആൾക്കാരാണ്. പല്ല് പറിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ സാധാരണ ഈ ഡെൻ്റൽ ചെയറുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് വായിലൊക്കെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ കംപ്രസറിൽ നിന്ന് എയറടിക്കും. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. കാരണം ഈ പല്ലിൽ നമുക്കിങ്ങനെ ചെറിയ പുളിപ്പ് വരുന്ന എയറടിക്കുമ്പോഴേ അത് കംപ്രസർ എന്ന് പറയുന്ന എക്യുപ്മെൻ്റാണ്. അതേപോലെ തന്നെ ഈ AC വർക്ക് ചെയ്യുന്നുണ്ടാകും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും AC ഇല്ലാത്ത ഒരിടത്തും ഇപ്പോൾ ക്ലിനിക്കുകൾ ഉണ്ടാവില്ല മോസ്റ്റ്ലി. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്ററുകളിൽ നമുക്ക് ഈ AC വർക്ക് ചെയ്യുക, ഈ കംപ്രസർ വർക്ക് ചെയ്യുക, പിന്നെ അത്യാവശ്യം ലൈറ്റ് ഫാനുകൾ വർക്ക് ചെയ്യണമെന്നാണ് അവർക്ക് ആവശ്യമാണ്. ജനറേറ്ററിൻ്റെ ആവശ്യമാണ്. കറണ്ട് വലിയ ഒരു ഫാക്ടറാണ്. അപ്പോൾ അവിടെ നമുക്ക് ജനറേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ മോർച്ചറികൾ, ഹോസ്പിറ്റലുകൾക്ക് നമുക്ക് എല്ലായിടത്തും ജനറേറ്റർ റിക്വയർമെൻ്റ് ഉണ്ട്. എന്നിരുന്നാലും അതിനകത്ത് ഹോസ്പിറ്റലുകളിലെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ജനറേറ്റർ ആവശ്യമുണ്ട്. അവിടെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഒരു സെഗ്മെൻറ്റ് എടുത്തു പറയുകയാണ്. കാരണം മോർച്ചറി എന്നുള്ള ഭാഗം, മോർച്ചറിയിലൊക്കെ നമുക്ക് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി നമ്മളവിടെ ഫ്രീസറിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും അവിടെ കറണ്ട് പോകാൻ പാടില്ലാത്തൊരു മേഖലയാണ്. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ബോഡി അഴുകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ജനറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഇൻഡോർ ഫോട്ടോഗ്രാഫി ആവട്ടെ, ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ആവട്ടെ, അവിടെ അവർ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ ഈ കാട്ടിൽ പോയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കല്യാണ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരും, അപ്പോൾ അങ്ങനെ ഔട്ട്ഡോർ ആവട്ടെ ഇൻഡോർ ആവട്ടെ എവിടെയായാലും ഫോട്ടോഗ്രാഫി ചെയ്യുന്ന അവർക്ക്
ജനറേറ്റർ അത് അത്യാവശ്യമാണ്. കാരണം അവരുടെ വർക്കിനെ ബാധിക്കും അത്. കാരണം കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ബാധിക്കുമല്ലോ. ഇപ്പോൾ കാട്ടിലൊക്കെ ആണെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ജനറേറ്റർ ആവശ്യമാണ്. കാരണം അവർക്ക് ലൈറ്റിംഗ് വർക്ക് ചെയ്യണം, അവരുടെ ബാക്കിയുള്ള ബാറ്ററി ചാർജിങ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് തീർച്ചയായിട്ടും അവർക്കറിയാം അവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ന്യൂ ജനറേഷനായിട്ട് ഒരുപാട് തരത്തിൽ ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും എല്ലാം ഔട്ട്ഡോറിലാണ്, കാട്ടിലും വെള്ളച്ചാട്ടത്തിനടുത്തും ഒക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യണം. അപ്പോൾ അവിടെ കറണ്ടിൻ്റെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ ഒന്നും പവർ സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജനറേറ്റർ റിക്വയർമെൻറ്റ് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീടുകളിലെ സ്ഥാപനങ്ങളൊക്കെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. ക്യാമറ ആവട്ടെ, CCTV ക്യാമറ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണിങ്, അതുപോലെ തന്നെ മറ്റേ ഫിംഗർ സ്കാനിങ്, ഫേസ് സ്കാനിങ്, പഞ്ചിങ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഈ ഗേറ്റിൻ്റെ ഓപ്പണിങ്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് സെക്യൂരിറ്റി സിസ്റ്റംസ്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ് ഈ ജനറേറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രവർത്തനത്തിന്. പിന്നെ ആംബുലൻസിൽ കാരണം മെഡിക്കൽ എമർജൻസിയോട് കൂടി ആളുകളെ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ആംബുലൻസിനകത്ത് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ മോർച്ചറി ഉണ്ട്. ഇപ്പോൾ പല നമ്മുടെ മരണത്തിന് ശേഷം ആളുകളെ വീട്ടിൽ കീപ്പ് ചെയ്യുന്നതും, വേറെ ആൾക്കാരൊക്കെ വിദേശത്ത് വരാനുണ്ടാവും. അപ്പോൾ അവരെ വരുന്നവരെ ബോഡിക്ക് പ്രശ്നം ഉണ്ടാവാതെ കീപ്പ് ചെയ്യുന്ന മൊബൈൽ മോർച്ചറികൾ, അവിടെ നമുക്ക് ജനറേറ്റർ അത്യാവശ്യമാണ്. കാരണം കറണ്ട് പോകുമ്പോൾ ഇതൊക്കെ അവരെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകൾ, ഇപ്പോൾ ലേഡീസ് പ്രത്യേകിച്ച് അറിയാം. കാരണം ഇപ്പോൾ ലേഡീസ് പറയാൻ പറ്റില്ല, കാരണം ജെൻസും ഒരുപാട് പേര് ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ്. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ അവിടുത്തെ ഈ മേക്കപ്പ് ഇടുമ്പോൾ നമുക്ക് അവിടെ AC ഇല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ഒലിച്ചു പോകാനോ ചൂടെടുക്കാനൊക്കെ ചാൻസ് കൊടുക്കണം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെയും ജനറേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. കാരണം അവിടെ കറണ്ട് പോകാൻ പാടില്ല, AC വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹെയർ സ്ട്രൈറ്റനിങ് ഉണ്ടാവും, ട്രിമ്മിങ് ഉണ്ടാവും, ഒരുപാട് ആപ്ലിക്കേഷൻസ് ബ്യൂട്ടി പാർലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജനറേറ്റർ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് കൺസ്ട്രക്ഷൻ മേഖല വർക്ക് ചെയ്യുന്നുണ്ടാവും. കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്കിപ്പോൾ വെൽഡിങ് ആവട്ടെ, അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെയൊക്കെ കട്ടിങ്, അതുപോലെ തന്നെ ബെൻഡിങ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എന്തെങ്കിലും എന്താ പറയുക ഈ ഡ്രില്ലിങ് പർപ്പസുകൾ, വെള്ളം പമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ രാത്രിയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ലൈറ്റ് വർക്ക് ചെയ്യേണ്ട പരിപാടികൾ, പല ബ്ലോവേഴ്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ പല കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. ഈ താഴെ നിന്ന് മെറ്റീരിയൽ മുകളിലെത്തിക്കാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആട്ടോ അത്, ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് താഴെ നിന്നുള്ള സാധനം മുകളിലെത്തിക്കാൻ പറഞ്ഞത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലിഫ്റ്റിംഗ് ഐറ്റംസുകൾ ഇതൊക്കെ വർക്ക് ചെയ്യാൻ അവർക്ക് തീർച്ചയായിട്ടും ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട്. കാരണം കൺസ്ട്രക്ഷൻ സൈറ്റിൽ കാരണം നമുക്കറിയാം, കാരണം ഇഷ്ടംപോലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രാക്ടറുടെ അവസ്ഥ ദയനീയമാവും. കാരണം അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് സാലറി കൊടുക്കേണ്ടതാണ്. അപ്പോൾ വർക്കില്ല, ഇപ്പോൾ കറണ്ട് പോയാൽ അവരുടെ പ്രവർത്തനം ബുദ്ധിമുട്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ പാറമടകൾ, ക്വാറി എന്ന് പറയുന്നത്, അവിടെ ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഐസ്ക്രീം ബന്ധപ്പെട്ട ഐസ്ക്രീം പാർലറുകൾ, അതുപോലെ ഐസ്ക്രീമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഈ മൂന്നാറോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ, പലയിടത്തും പോകുമ്പോൾ നമ്മൾ ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ ഐസ്ക്രീം വണ്ടി കാണാറുണ്ട്. ഐസ്ക്രീം കൊണ്ട് വരുന്ന വണ്ടിക്കാരെ കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാരണം അത് കുറേ നേരം ഐസ്ക്രീം ഫ്രീസറിനകത്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള തണുപ്പിൻ്റെ അവസ്ഥ കുറഞ്ഞു കഴിയുമ്പോൾ ജനറേറ്റർ കണക്ട് ചെയ്ത് അതിലൊന്ന് ചാർജ് ചെയ്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഐസ്ക്രീം വണ്ടികൾ, അതുപോലെ ഐസ്ക്രീം പാർലറുകൾ, ബേക്കറികൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവിടെയൊക്കെ തന്നെ കാരണം ഐസ്ക്രീം, അതേപോലെ തന്നെ ജ്യൂസുകൾ, അതുപോലെ തണുപ്പ് പോകാൻ പാടില്ലാത്ത പല ഐറ്റംസുകളൊക്കെ അവിടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം മെൽറ്റായി പോവുകയോ ഇതെല്ലാം മോശമായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഐസ്ക്രീം പാർലറിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നവർ ഇപ്പോൾ ചൂടുള്ള അന്തരീക്ഷമാണ്, വളരെ പ്രശ്നമുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ തണുപ്പത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ AC വർക്ക് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ പാർലറുകളിലൊക്കെ പലയിടത്തും ഈ ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്, മിക്സി ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജ്യൂസും ഈ പെപ്സിയും ഒക്കെ കൂടെ വയ്ക്കുന്ന ഫ്രിഡ്ജുകളുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഐറ്റംസുകൾക്കൊക്കെ വർക്ക് ചെയ്യാൻ കറണ്ട് ഇല്ലാത്തപ്പോൾ തീർച്ചയായിട്ടും ജനറേറ്ററിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഈ കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാമുകളുണ്ട്. നമ്മൾക്ക് അറിയാം, ഫിഷ് ഫാം, കാറ്റിൽ ഫാം, പൗൾട്രി ഫാം, പിഗ് ഫാം, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ ഫാമുകളിലൊക്കെ നമുക്ക് ഇപ്പോൾ പശുവിനെയൊക്കെ അല്ലെങ്കിൽ ആടിൻ്റെ ഫാമൊക്കെ ആണെങ്കിലും, പശു ഫാം, ആട് ഫാമൊക്കെ, അവിടെയൊക്കെ നമുക്ക് ഈ പശുവിനൊക്കെ പുല്ലരിയാണ് മെഷീനറി ഉണ്ട്. ചാഫ് കട്ടർ എന്ന് പറയുന്ന മെഷീനറി ഉണ്ട്. പശുവിനൊക്കെ വർക്ക് ചെയ്യുക അവിടെ ഈ കറവയ്ക്ക് വേണ്ടി കറവയന്ത്രങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പശുവിനെയും തൊഴുത്തൊക്കെ കഴുകാനുള്ള ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഈ പ്രൊഡക്ട്സുകൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകളൊക്കെ വർക്ക് ചെയ്യാൻ കറണ്ട് ഇല്ലാത്തപ്പോൾ, ഇപ്പോൾ രാവിലെ ഒരു കർഷകൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറക്കാൻ വേണ്ടി കറവയന്ത്രം വർക്ക് ചെയ്യിക്കണം. ആ സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
തീർന്നില്ലേ? കാരണം അപ്പോൾ അവർ കറവേന്ദ്രം വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ പശുവിനെ കറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരുടെ അന്ന് പശുവിനെ അവിടെ ഈ തൊഴുത്ത് കഴുകാൻ പറ്റുന്നില്ല, കുളിപ്പിക്കാൻ പറ്റും, പക്ഷെ കുളിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ബാധിച്ചു അത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ജനറേറ്റർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സന്ദർഭം സാധാരണഗതിയിലൊക്കെ ഒരു 3000 വാട്ട്സിനൊക്കെ ജനറേറ്റർ മതിയാവും. ഇപ്പോൾ അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആംബുലൻസിലും ഒക്കെ അതൊക്കെ സാധാരണ 3000 വാട്ട്സ് ആ റേഞ്ച് ജനറേറ്റർ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫിഷ് ഫാമിലൊക്കെ പുതുതായിട്ട് ഇപ്പോൾ ഈ അക്വാപ്രോണിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൃഷിയും ഈ അതായത് നമ്മുടെ പച്ചക്കറി കൃഷിയും മീൻ വളർത്തലും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അക്വാപ്രോണിക്സ് ഒക്കെ. അപ്പോൾ അതായത് ഓട്ടോമാറ്റിക്കാണ് ഫുള്ള്. അതായത് ഇപ്പോൾ ഈ മീനിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വളം ആവശ്യമില്ല, കാരണം അതുകൊണ്ട് തന്നെ ആ കൃഷി തഴച്ചു കൊണ്ടിരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മീൻ റെഗുലറായിട്ട് മീൻ വളർത്തുന്ന ആ പോണ്ടിനകത്തുനിന്ന് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യുന്നു, വേറെ കുളത്തിൽ നല്ല വെള്ളം അങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക് നടക്കുന്ന പ്രോസസ്സാണ്. കാരണം ഒരു കണ്ടിന്യൂസ്, കാരണം അത് നമ്മളൊരാൾ മാനുവലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ഒരു ഷെഡ്യൂൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതാണ് അക്വാപോണിക്സ് സിസ്റ്റം. രണ്ട് സംയോജിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേസുകളിലൊക്കെ നമുക്ക് കറണ്ട് പോകാൻ പാടില്ല, കാരണം മീൻ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ജനറേറ്റർ അത്യാവശ്യമാണ്. കാരണം ജനറേറ്റർ അവിടെയൊക്കെ നമ്മൾ മാനുവലായിട്ട് ഓൺ ചെയ്യുമല്ല, നമ്മൾ അവിടെയൊക്കെ ചെയ്യാറുള്ള ഓട്ടോമേഷൻ ചെയ്യുവാണ്. ഇങ്ങനെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റർ ഓൺ ആവും, ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള ഫാമുകളിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നമുക്ക് ആവശ്യം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീടുകളിലേക്ക് ഇപ്പോൾ പണ്ടൊക്കെ ആളുകൾക്കൊക്കെ ജസ്റ്റ് ലൈറ്റ് ഫാനൊക്കെ വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു പണ്ടൊക്കെ ആളുകൾക്ക്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ആളുകൾക്ക് വീട്ടിൽ AC വർക്ക് ചെയ്യണം, വാട്ടർ ഹീറ്റർ, ഗ്രൈൻഡർ, പിന്നെ പലർക്കും മോട്ടർ ഉണ്ടാവും, 1 HP 1.5 HP അല്ലെങ്കിൽ ഇപ്പോൾ കുഴൽക്കിണറിന് മോട്ടർ ഉണ്ട്. അതൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലെ എന്ത് കാര്യത്തിനും നമുക്ക് ഈ ജനറേറ്ററിൻ്റെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ പള്ളി ആവട്ടെ, പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളാവട്ടെ, അങ്ങനെയുള്ള ഏത് ആരാധനാലയങ്ങളിലും അവിടെ അവരുടെ പ്രവർത്തനങ്ങളിൽ അപ്പോൾ അവർക്ക് ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ച് അവർക്ക് വെള്ളിയാഴ്ച അവർക്ക് അവരുടെ പ്രാർത്ഥനകളിൽ അവർക്ക് ആവശ്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പവറിൻ്റെ അത്യാവശ്യമുണ്ട്. അതിനുകൊണ്ട് അവരുടെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും ലൈറ്റും ഫാനും മോട്ടറുകളൊക്കെ വർക്ക് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്നെ അതുപോലെ ഹൗസ് ബോട്ടുകൾ, ഇപ്പോൾ നമ്മൾ ആലപ്പുഴയും കുമരമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഹൗസ് ബോട്ടിനൊക്കെ എങ്ങനെ കറണ്ട് ആവണേ, പല 3-4 മുറി ഉണ്ടാവും. അതിൻ്റെ നിങ്ങൾ നോക്കി പോകുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ഹൗസ് ബോട്ടിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു ജനറേറ്റർ ഇപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ജനറേറ്ററിലാണ് ഈ പറയുന്ന ഈ ഹൗസ് ബോട്ടുകളിലെ മുറിയിലൊക്കെ AC ഉണ്ടാവും. AC ഒക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ആ ജനറേറ്ററിലാണ്. അപ്പോൾ അവിടെ പിന്നെ അതുപോലെ തന്നെ കാട്ടിലൊക്കെ ഉള്ള പല റിസോർട്ടുകൾ, അവിടെ ജനറേറ്റർ റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ ഫർണിച്ചർ ഷോപ്പുകൾ, പിന്നെ അതേപോലെ തന്നെ ഈ 2 വീലറിലും 4 വീലറിൻ്റെയൊക്കെ ഷോറൂമുകൾ, സർവീസ് സെൻ്ററുകൾ, പിന്നെ അതുപോലെ ടയർ ഷോപ്പുകൾ, അവിടെയൊക്കെ അവർക്ക് പല മെഷീനറികൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ കംപ്രസർ, പല വണ്ടി ലിഫ്റ്റ് ചെയ്യാനുള്ള മെഷീനറികൾ, വാഷിംഗ് മെഷീൻ, വാഷിംഗ് ചെയ്യാനുള്ള എക്യുപ്മെൻസുകൾ, ഇതൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് ജനറേറ്റർ എടുക്കും. കാരണം കറണ്ടില്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തനം മുഴുവൻ താളം തെറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഈ കല്യാണങ്ങൾക്കും വേറെയുള്ള എന്താ പറയുക സമ്മേളനങ്ങൾക്കും എക്സിബിഷനിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ്, ഈ പന്തൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ വർക്ക് ചെയ്യാൻ ഒക്കെ നമുക്ക് അവിടെ അവരെല്ലാ ഏരിയകളിലും അവർ ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഷീനറികൾ റെൻ്റലിന് കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. ജനറേറ്ററുകളും കൺസ്ട്രക്ഷൻ മെഷീനറികളും നമ്മൾ ഐറ്റംസ് റെൻ്റലിന് കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള റെൻ്റലിന് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. കാരണം പലർക്കും പെട്ടെന്നൊരാവശ്യം വീടുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ വന്നതിന് ഓടിച്ചെന്ന് നമ്മൾ ചെല്ലുന്ന റെൻ്റൽ ഷോപ്പിലേക്കാണ്. അവിടെ അവർക്ക് ഈ പല റേഞ്ചുകളിലുള്ള ജനറേറ്റർ അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കാറ്ററിംഗ് വർക്കുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ പൊറോട്ട, ചപ്പാത്തി പോലുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള, അപ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കും ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പല ഇപ്പോൾ നമുക്കറിയാവുന്ന ജ്വല്ലറി ഷോപ്പുകൾ, മലബാർ ഗോൾഡ് ആവട്ടെ, ഭീമ ആവട്ടെ, പലതരത്തിലുള്ള ജ്വല്ലറി ഷോപ്പുകൾ, നമുക്കറിയാവുന്ന ജ്വല്ലറി ഷോപ്പുകൾ ചെറുതോ വലുതോ ആവട്ടെ, അവിടെയൊക്കെ നമുക്ക് ജനറേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സിനിമാ താരങ്ങൾ ഇരിക്കുന്ന ക്യാരവൻ, നമ്മളെ ക്യാരവൻ കാണാറുണ്ടാവുമല്ലോ, ക്യാരവനിൽ ജനറേറ്റർ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അത് ക്യാരവനിലെ അകത്ത് ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ ആ ക്യാരവൻ്റെ അത് വണ്ടി നിർത്തിയിട്ടാലും അവിടെ വർക്ക് ചെയ്യുക, AC വർക്ക് ചെയ്യുക, അകത്തുള്ള ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുക, എല്ലാത്തിനും TV വർക്ക് ചെയ്യുക, എല്ലാത്തിനും വേണ്ടിയായിട്ട് എല്ലാ ക്യാരവനിലും ഒരു ജനറേറ്റർ ഉണ്ടാവും.
ക്യാരവൻ്റെ അടിവശത്ത് ജനറേറ്റർ നമ്മളത് കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ കാണാറുള്ള മൊബൈൽ ടവറുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകണം, അവിടെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ പല ഇലക്ട്രിക്കൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു 3000 വാട്ട്സിൻ്റെ ജനറേറ്റർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കംഫർട്ടബിളാണ്. കാരണം അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ജനറേറ്റർ ഉപയോഗിച്ച് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്ത് അവരുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് ഈ ജനറേറ്റർ എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ ടർഫുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ടർഫുകളിൽ പലപ്പോഴും രാത്രികളിലൊക്കെ ആയിരിക്കും പരിപാടികൾ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ലൈറ്റും ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ സ്കൂളുകളിൽ, അതുപോലെ തന്നെ കോളേജുകളിൽ, ലാബുകളിൽ, സ്കൂൾ കോളേജ് ലാബുകളിൽ, അതുപോലെ തന്നെ ബാങ്കുകളിൽ, ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോലെയുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള എല്ലാ ബാങ്കുകളിലും നമ്മൾ ജനറേറ്റർ കൊടുക്കുന്നുണ്ട്. ജനറേറ്റർ അവിടെ അത്യാവശ്യമാണ്. കാരണം അവർക്ക് കമ്പ്യൂട്ടറുകളും പ്രിൻ്ററുകളും ലൈറ്റ്, ഫാന്, AC ഒക്കെ വർക്ക് ചെയ്യാൻ ജനറേറ്ററിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന മറ്റേ DDRC പോലെ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള മെഡിക്കൽ ലാബുകളിൽ അവർക്ക് ഈ ബ്ലഡ് ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും, അതുപോലെ തന്നെ ബാക്കിയുള്ള അവരുടെ മെഷീനറി വർക്ക് ചെയ്യാനും അതിനൊക്കെ അവർക്ക് ഈ ജനറേറ്ററിൻ്റെ പവറിൻ്റെ ആവശ്യമുണ്ട്. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാർമസിയിലും ഈ മരുന്ന് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഫാർമസികളിൽ. അപ്പോൾ മരുന്ന് നമ്മൾ ഈ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മരുന്നുകൾ വല്ലതും ചീത്തയാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ജനറേറ്റർ, കാരണം പലതും ഫ്രിഡ്ജിലും അല്ലെങ്കിൽ AC ഒക്കെ ഇരിക്കുന്നതാണ് പല മെഡിസിൻസൊക്കെ. തണുപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ഫുൾ ടൈം അവർക്ക് തണുപ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ കറണ്ട് ഉണ്ടാവാതെ ഉള്ള സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അവിടെ ജനറേറ്ററിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഫിഷിൻ്റെ ഈ അക്വേറിയം നടത്തുന്ന ആൾക്കാരുണ്ട്. അക്വേറിയം നടത്തുമ്പോൾ അവിടെ അവരെല്ലാം മീൻ വളർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഈ ജനറേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് നഷ്ടം ഉണ്ടാകും മീൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലും ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഫീൽഡിലുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജനറേറ്ററിൻ്റെ തീർച്ചയായിട്ടും റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ തരത്തിലുള്ള ഈ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്ക് ആർക്കെങ്കിലും ജനറേറ്ററിൻ്റെയോ ഒരു പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നിലവിൽ യൂസ് ചെയ്യുന്ന ജനറേറ്ററുകളുടെ സർവീസോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഇപ്പോൾ ഒരു 1 kV മുതൽ ഒരു 7 kV വരെ ഹോണ്ട എന്നുള്ള മൾട്ടിനാഷണൽ ജാപ്പനീസ് ബ്രാൻഡ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലേക്ക് 10 kV മുതൽ മുകളിലേക്ക് ഞങ്ങൾ ലെയ്ലാൻഡ്, കിർലോസ്കർ തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികൾ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ മെഷീനറികളിലെല്ലാം നമ്മൾ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലർക്കും ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാരുണ്ടാവും. കാരണം ഞങ്ങൾക്ക് ഇത്ര അഫോർഡബിൾ അല്ല, ഞങ്ങൾക്ക് റേറ്റ് കുറഞ്ഞുണ്ടെങ്കിൽ നന്നായിരുന്നു പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ യൂസ്ഡ് ജനറേറ്റേഴ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ജനറേറ്റേഴ്സ്, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത വില കുറഞ്ഞ ജനറേറ്ററുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വില കുറഞ്ഞ ജനറേറ്റർ ആണല്ലോ, അത് എന്ത് ചെയ്യും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് ജനറേറ്റർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്താലും അതിൻ്റെ സർവീസും സപ്പോർട്ട്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളെ ചിന്തിക്കേണ്ട, കാരണം അത് സപ്പോർട്ട്സിൻ്റെ പ്രശ്നം കിട്ടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സമീപിക്കുക. കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയായാലും നിങ്ങൾക്കൊരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, ഫൈനാൻസ് വേണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും.